നമസ്കാരം ഗൈസ്. കൺഫെഷൻ റൂമിൽ വന്നിട്ട് ആ പാവം മനുഷ്യൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം ഇത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. ബിഗ് ബോസ് കയറി പിടിക്കാനും പരിപാടി നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അവിടെ ചുറ്റും ക്യാമറ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ആൾക്കാരുണ്ട്. മൊത്തം ഓൾവേസ് 24/7 കണ്ണ് തുറന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഓക്കെ, അവിടെ ഇമാതിരി ഞഞ്ഞ പരിപാടി ഒന്നും നടക്കില്ല. ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ട് പോലുമില്ലാത്ത ഒരാൾ പറഞ്ഞു കേട്ട ഒരു സംഭവത്തിനെ എന്തോ പോലീസുകാര് ചോദ്യം ചെയ്യുന്ന മാതിരി മൈക്കിട് വേറെ മൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണോ ത്രികോണ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലക്ഷ്മിക്ക് ഉണ്ടായ പണ്ടത്തെ എന്തോ ട്രോമയോ എല്ലാം കൂടി അലക്കി വിരിച്ചിട്ടിട്ട് ആ പാവം മനുഷ്യന്റെ നെഞ്ചത്ത് കൊണ്ടിട്ടു. അത് ക്ലിപ്പ് എല്ലാവരും കണ്ടു. നെവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞപ്പോൾ നെവിൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ക്യാമറ ഇല്ലേ അവിടെ എന്നുള്ളത്. കാല് തട്ടി വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ആളെ കയറി പിടിച്ചു. അപ്പൊ തന്നെ സോറിയും പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, മസ്താനിക്ക് സ്ട്രെയിറ്റ് ചോദിക്കാം. മസ്താനിക്ക് അത് അങ്ങനെ ഒരു ഫീല് തോന്നി, ഒന്നും തെറ്റ് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ വീണ്ടും പിടുത്തി, എന്താടാ അത്, നീ എന്തിങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു റോങ് ടച്ച് പോലെ തോന്നി, ആ ഒരു രീതിയിൽ ചോദിക്കാം. മസ്താനിയും ഒനിയിലുമായിട്ടുള്ള ഒരു വിഷയമാണത്. അത് മസ്താനിക്ക് നേരെ ചെന്നിട്ട് ലക്ഷ്മിയെ ബോധിപ്പിക്കേണ്ടതും സംശയം പോലെ തോന്നിയെന്നും രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇപ്പൊ ആരുമില്ല അറിയാനായിട്ട്. ഒരു പിഞ്ചു കുഞ്ഞു പോലും ഇല്ല അറിയാനായിട്ട്. എല്ലാ മനുഷ്യരും അറിഞ്ഞു. ഏറ്റവും വലിയ ഒരു റോങ് സ്റ്റേറ്റ്മെന്റും സൊസൈറ്റിയിൽ വളരെയധികം നടക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നിരിക്കുന്നത്. ആ പെങ്കൊച്ച് എന്തോ ഭയങ്കര എന്താണിത് എനിക്കറിയാൻ പാടില്ല. അവിടെ ഉള്ളവരൊക്കെ ഈ പറഞ്ഞ മാതിരി എടുത്ത് സംസാരിക്കണം. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒനിയിൽ ആ ടോപ്പിക്ക് വിട്ട് ഒനിയിൽ പെട്ടെന്ന് സോറി പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ സോറി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യം ചോദിക്കുമ്പോഴും എപ്പോ വീഴാൻ പോയപ്പോ എന്ന് ചോദിച്ചപ്പോഴും ലക്ഷ്മി ചോദിച്ചൊരു കാര്യമുണ്ടോ, അത് ഓർമ്മ പോലും ഇല്ലല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സ്ട്രീംലി ടോക്സിക് ആണ് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് ഒരു ഏറ്റവും വലിയൊരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ ആ മനുഷ്യനെ പുറത്ത് ഇപ്പം എന്താ പറയാ, ക്യാമറ ഇല്ലാത്തൊരു സ്ഥലമല്ല അവിടെ. എന്നാൽ പോലും ഒരു എന്താ പറയാ, ഇപ്പൊ ഈ മസ്താനിയുടെ മേത്തേക്ക് വീണതിന് പകരം ലക്ഷ്മിയുടെ മേത്തേക്കാണ് വീണിരുന്നെന്നുണ്ടെങ്കിൽ ഒനിലിന്റെ കാര്യം തീരുമാനമായേനെ. കാരണം ഈ കൊച്ച് ഇത് ഇങ്ങനെ പറയൂ, ഒരിക്കലും ഇല്ല. പിടിച്ചതിന് ശേഷം വീഴാൻ പോയി എന്നുള്ള രീതിയിലാക്കിയതാണ്. അതിപ്പോ ക്യാമറ കാണിച്ചെന്നാലും അങ്ങനെ തന്നെ സംസാരിക്കും. അപ്പോ ലാലേട്ടൻ ഇത്തവണ വന്നിട്ട് എന്താ ലക്ഷ്മി എന്നും പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ച് കാർഡും കാണിച്ച് അല്ലെങ്കിൽ കുറച്ച് ഉപദേശം കൊടുത്ത് എന്താ ഇങ്ങനെയൊക്കെ ആവാമോ എന്നൊക്കെ ചോദിച്ച് ഇരുത്താതെ ആ ബാഗ് എടുത്ത് കൊടുത്തിട്ട് അതിനെ വേഗം പുറത്തോട്ട് വിടുക. അതാ നല്ലത്. അതിലെ ഒന്നിലേയും പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ പെങ്കൊച്ച് സമാധാനപരമായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് വിടാൻ പറ്റുന്ന വർത്തമാനങ്ങളൊന്നും അല്ല പറയുന്നത്. അങ്ങ് എക്സ്ട്രീം കാര്യങ്ങളാണ് പറയുന്നത്. ആ വ്യക്തിയെ പുറത്ത് സൊസൈറ്റിയുടെ മുന്നിൽ ഇപ്പൊ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായി ഒനിയിൽ നന്നായിട്ട് വോട്ട് കയറുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ ഹാർട്ട്ഫുള്ളി ഭയങ്കര, കാരണം ഇപ്പൊ പുറത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് ഒനിയിലുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ പണി കിട്ടിയിട്ട് അത് തെളിയിച്ചിട്ടും അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാതെയും എന്തായാലും ആ ഒരു കുറ്റബോധം മനസ്സിൽ താങ്ങി അല്ലെങ്കിൽ അതിന് വേറൊരു പ്രൂഫ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പാപഭാരം തലയിൽ ചുമന്ന് നടക്കുന്ന ഒരുപാട് ഒനിയിലുണ്ട്. ഇവിടെ സൊസൈറ്റിയിൽ ലോ വൈസ് അത് ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ പറ്റും. കാരണം അതിനുള്ള പ്രൂഫ് അവിടെ ഉണ്ട്. ക്യാമറ യൂസ് ദർ. അപ്പൊ ലാലേട്ടൻ വരുമ്പോൾ റെഡ് കാർഡ് കൊടുത്ത് എന്ത് തേങ്ങ കൊടുത്തിട്ടാണെങ്കിലും അത് തിരിച്ചതിനെ പുറത്തേക്ക് വീട്ടിൽ കൊണ്ടാക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. മസ്താനിയുടെ കേസ് എനിക്ക് പറയാനുള്ളത്, മസ്താനിക്ക് അത് സ്ട്രെയിറ്റ് ചോദിക്കായിരുന്നു, സ്ട്രെയിറ്റ് ഒനിലിനോട് ചോദിക്കായിരുന്നു. അല്ലാതെ വേറൊരാളെ അതിനകത്ത് കയറി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും ഭയങ്കര തന്റെ അടുത്തോടുകൂടി സംസാരിക്കുന്നു മസ്താനി. പക്ഷെ മസ്താനി ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഭയങ്കര ചാടിക്കയറുന്നു സംസാരിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു എന്ന് വെച്ചാൽ ഓക്കെ പോട്ടെ, എന്തെങ്കിലും അടുത്ത സിറ്റുവേഷൻ അയക്കാൻ വെക്കാം. മസ്താനിയുടെ വക്താവൊന്നല്ലല്ലോ ലക്ഷ്മിക്ക് അത് ഇത്രയും ഷോ ഇട്ടിട്ട് എല്ലാവരും അറിയട്ടെ കാണട്ടെ മനെ ചോദിക്കേണ്ടൊക്കെ വല്ല ആവശ്യമുള്ളൂ. സത്യം പറയാലോ വെറുത്തു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അത് അങ്ങനെയാണ്, നമുക്ക് കീറി കളയാൻ തോന്നും. എൻ്റെ ആഗ്രഹം ഈ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഇത് പ്രൂവ് ചെയ്യണം, അതേപോലെ ഒനിയിൽ ക്യാപ്റ്റനും ആവണം എന്നാണ് എൻ്റെ പേഴ്സണലുള്ള ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ടോ ഇങ്ങനെ പെൺകുട്ടികൾ റോങ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിന്റെ പാവഭാരം കൊണ്ട് ജീവിതം തൊലഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുന്നത്. അപ്പം അതിനൊന്നും നമുക്ക് അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അത് തെളിയാറില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും അവര് കരയുമ്പോൾ എത്രയൊക്കെ ഒരു മനുഷ്യനെന്ന് കരയണം കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യാത്ത കുറ്റത്തിനും അത് ഇത്രയും വലിയൊരു വേഴ്സ് കയറി പിടിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ ഇത്രയും വയസ്സിൽ ഞാൻ ഒരാളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തില്ല, ഇത്രയും ദിവസമായിട്ട് മൊനിലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ റോങ് ടച്ച്, ആരിനൊക്കെ അവിടെ എന്തെന്നാ കാണിക്കണേ.
അത്ര പോലും ഒരു മോശമായ രീതിയിലുള്ള ഒരു ഗസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒനിലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി ഇവരെ ടോക്സിക് ആണ് ഇവിടെ ആ മനുഷ്യന്റെ മേത്തേക്ക് തുപ്പിയത്. അപ്പൊ അതേപോലെ ലക്ഷ്മിക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ആ കൊച്ചിന് എന്തൊക്കെയോ ട്രോമ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതിൽ വന്നിട്ടാണ്. എന്റെ സംസാരം തന്നെ ഭയങ്കര അരഗണ്ടാണ്. ലക്ഷ്മി പുറത്ത് പോകണം. ഈ വീക്കിൽ വരുമ്പോൾ ലാലേട്ടൻ അതിൻ്റെതായ രീതിയിൽ നല്ല ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അതേപോലെ തന്നെ ഒനിലിന്റെ കാര്യം അത് ഈ എപ്പിസോഡ് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുമേ അവൻ ചെയ്തിട്ടുണ്ടാവും എന്താ ഏതാന്നൊക്കെ. ഓൾറെഡി അനുവിന്റെ ഉമ്മക്കേസ് ഇവിടെ കിടക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ പക്ഷെ ഒനിലിന്റെ കരച്ചിലുണ്ടാവുമ്പോൾ ഭയങ്കര ഇതായി. പിന്നെ ബ്രോ മച്ചാൻ ഒന്നും പറയാലോ, നിങ്ങൾ അത്യാവശ്യം ലോകമൊക്കെ കണ്ടതല്ലേ, ഓൾ ആർ വിത്ത് യു. ഇത് ജസ്റ്റ് ഇങ്ങനെ തട്ടിട്ട് പോയൊരു സംഭവമാണ്. മോർ പവേഴ്സ് ടു യു. നന്നായിട്ട് ഗെയിം കളിക്കുക. എനിക്കിതൊക്കെ ഇവിടുന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും വിഷസ് ബ്ലെസ്സിങ് ഒക്കെ ഇൻഡയറക്ട്ലി അവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം സ്ട്രോങ് ആയിട്ട് കളിക്കുക. ലക്ഷ്മിയുടെ കാര്യത്തിൽ ലാലേട്ടൻ തീരുമാനം എടുക്കണം, നല്ല രീതിയിലൊരു തീരുമാനം എടുക്കണം. ഇമാതിരി ക്രിഞ്ചൊക്കെ പറയണ ക്ലിഞ്ഞോ ഡേർട്ടി ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് പുറത്തെ വാതിൽ തുറന്നു കൊടുക്കണം പ്ലീസ്.